ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദിനിയുടെ റൂമിൽ ഇനി ഒളിക്യാമറ വെക്കുകയാണ് കേട്ടോ. അതായത് നന്ദിനിയെ തകർക്കാൻ ഉള്ള ശ്രമമാണ് ഇനി അടുത്തത് നോക്കുന്നത്. നന്ദിനിയുടെ മാനം, അതായത് ആ ഡ്രസ്സ് മാറുമ്പോൾ മൊത്തത്തിൽ നന്ദിനിയുടെ നഗ്നമായുള്ള ആ ഒരു ഇത് കാണാൻ, അത് പുറത്ത് കാണിക്കുക എന്നുള്ള ലക്ഷ്യമാണ് കേട്ടോ. നന്ദിനിയെ എങ്ങനെയെങ്കിലും തകർക്കണം. നന്ദിനിയെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. സൂര്യ അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ. നന്ദിനിയാണെങ്കിൽ വളരെ ബുദ്ധിമതിയാണ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ മാത്രം അറിയില്ല എന്നുള്ളൂ. പക്ഷെ ലോകം കണ്ട പെണ്ണാണെന്നുള്ള എല്ലാവരും മനസ്സിലാക്കണം കേട്ടോ. ഓരോ ദിവസവും ഓരോരുത്തരും അത് മനസ്സിലാക്കി എടുക്കുമ്പോൾ അവരുടെ ഉള്ളിലൊക്കെ ഭയം വരികയാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഇനി വേദയുടെ ചെറുക്കൻ എത്തുന്നുണ്ട്. അതായത് പത്മക്ക് ഒന്നും കൂട്ടിയും കൂട്ടുപിടിക്കാൻ പത്മയുടെ ആങ്ങളെയും അതുപോലെ തന്നെ അവരുടെ ഭാര്യയും അവരുടെ 2 മക്കളും, ഒരാണും ഒരു പെണ്ണുമാണ്. അപ്പോൾ അതിൽ പെണ്ണിൻ്റെ പേര് ഹരിത, മറ്റേ അർജുൻ എന്നൊക്കെയാണ് പേര് വരുന്നത്. ഇവിടെ എന്തൊക്കെ ചേഞ്ച് ആണെന്ന് വരികയെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഈ സമയം അവരെത്തുകയാണ്. അപ്പോൾ അവരെത്തുമ്പോഴാണെങ്കിലോ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഈ പറയുന്ന സൂര്യക്കിട്ട്. അവരുടെ സ്വഭാവത്തിൽ വന്ന പാടെ ഈ ചെറുക്കൻ ഒരു കുരുത്തം കെട്ടതാണെന്നും പെണ്ണും ഒരു കുരുത്തം കെട്ടതാണെന്നും ഇവരെന്തോ പന്തി കെട്ട വരവാണെന്നും സൂര്യക്ക് മനസ്സിലായിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ സമയം ഇത് സൂര്യ മനസ്സിലാക്കി കൊണ്ട് തന്നെ വേദയെ ഈ ചെറുക്കൻ വിവാഹം ആലോചിക്കുമ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഇവനെന്തോ ഒരു വൃത്തികെട്ട സ്വഭാവമുണ്ട്, അതുകൊണ്ട് ഇവനിൽ വേണ്ട എന്നിങ്ങനെ പല തവണ പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാവർക്കും മുന്നിൽ തന്നെയാണ് സൂര്യ പറയുക. സൂര്യ മറച്ചും തെളിച്ചൊന്നും വെക്കില്ല. പക്ഷെ വേദ പറയുക, എനിക്കിവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കിവനെ തന്നെ മതി, എൻ്റെ മമ്മി എന്താ തീരുമാനിക്കുന്നു അതാണ് എനിക്ക് വേണ്ടത് എന്നുള്ള ലെവലിൽ വേദയും സംസാരിക്കും കേട്ടോ. അപ്പോൾ ഈ സമയം തനിക്ക് എന്ത് പറയാൻ, തൻ്റെ അനിയത്തി താൻ പറയുന്ന വാക്കുകൾക്ക് യാതൊരു വിലയും കൊടുക്കുന്നില്ലെങ്കിലും തൻ്റെ അനിയത്തിയുടെ ജീവിതം ഒരു വൃത്തികെട്ടവന് വിട്ടുകൊടുക്കാൻ സൂര്യയും തയ്യാറല്ല കേട്ടോ. അങ്ങനെ ഈ സമയം ഇവരാണെങ്കിലോ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തി തുടങ്ങുകയാണ്. അതിനെക്കുറിച്ചൊക്കെ റിവ്യൂ പറയാം കേട്ടോ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ തകൃതിയായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതൊന്നും മാത്രം ഉൾക്കൊള്ളാൻ സൂര്യക്ക് കഴിയില്ല. പക്ഷേ അവൻ വന്ന പാടെ, അതായത് വേദയെ കല്യാണം കഴിക്കാൻ പോകുന്ന ഈ ചെറുക്കൻ വന്ന പാടെ നന്ദിനിയിലൊരു കണ്ണ് വെച്ചിട്ടുണ്ടാവും കേട്ടോ. നന്ദിനി എന്നല്ല, ഏതൊരു പെണ്ണിൻ്റെയും ഇങ്ങനെ ആ ഒരു ഡ്രസ്സ് മാറുന്ന ആ ഒരു ഫോട്ടോ അതൊക്കെ കാണുക എന്നുള്ളതാണ് അവൻ്റെ സ്വഭാവം കേട്ടോ. അവനെ അങ്ങനെയൊക്കെ കണ്ട് അത് രസിക്കുക, അങ്ങനെയൊക്കെയുള്ളൊരു വൃത്തികെട്ട സ്വഭാവമാണ് കേട്ടോ. മദ്യപിക്കും, എല്ലാം ചെയ്യും. പക്ഷെ അവനിൽ ഇതാണ് ഏറ്റവും വലിയ സ്വഭാവം. അവൻ്റെ ഒരു വൃത്തികെട്ട സ്വഭാവം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ സ്ത്രീകളുടെയൊക്കെ ആരും അറിയാതെ ഒളിക്യാമറ വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ ഈ സമയം നന്ദിനിയാണെങ്കിലോ സൂര്യ ഇങ്ങനെ പറയുന്നുണ്ട്, അവന് ആൾ കാണും പോലെ അവനും ഒരു വൃത്തികെട്ടവനാന്നൊക്കെ പറയുമ്പോൾ നന്ദിനിക്ക് ആദ്യമൊന്നും വിശ്വസിക്കാനാവില്ല കേട്ടോ. പിന്നീട് അവനിൽ കാണാം എപ്പോഴും ഒരു കാർ ഇങ്ങനെ കയ്യിൽ കേട്ടോ. ആ കാർ എപ്പോഴും കയ്യിലുള്ളത് കൊണ്ട് തന്നെ നന്ദിനിക്ക് അവനിൽ എന്തൊക്കെയോ ഒരു സംശയം, ഒരു കളിപ്പാട്ടം, ചെറിയൊരു കളിപ്പാട്ടം, ചെറിയ കുഞ്ഞു കാറാണ് കേട്ടോ, ഒരു റിമോട്ട് കാറാണ്. അതിങ്ങനെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നന്ദിനിയിൽ എന്തൊക്കെയോ തോന്നണം, അതിന് മുകളിലായിട്ട് എന്തോന്ന് ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പം നന്ദിനിക്ക് എന്തൊക്കെയോ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇരിക്കെ നന്ദിനി തൻ്റെ റൂമിലോട്ട് ഡ്രസ്സ് മാറാൻ വേണ്ടി പോവുകയാണ്. സൂര്യയാണെങ്കിലോ വേദയുടെ കല്യാണത്തിൻ്റെ നിശ്ചയമൊക്കെ ആയി തുടങ്ങുകയാണ്. അപ്പോൾ വേദക്ക് സ്വർണ്ണം എടുക്കാൻ വേണ്ടി സൂര്യയും കൂടെ പോവാണ്. പത്മ നീ വരരുതെന്നൊക്കെ പറയെങ്കിലും കൂടി ആ വാക്കുകൾക്കൊന്നും യാതൊരു വിലയും സൂര്യ കൽപ്പിക്കില്ല. കാരണം സൂര്യയ്ക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം തൻ്റെ അനിയത്തി കൊടുക്കുന്നെങ്കിൽ നല്ല ഒരുത്തനെ, ഇതുപോലെ ഒരു വൃത്തികെട്ട തേർഡ് ഗുണ്ടയാണ് ഇവന്. ഗുണ്ട മാത്രമല്ല, ഇവന് പല ബാഡ് സ്വഭാവം ഉണ്ടെന്ന് പത്മയുടെ മുന്നിൽ ഒരുപാട് തവണ വിളിച്ചു പറയും. തന്നെ ആങ്ങളെ കേൾക്ക വിധത്തിൽ വിളിച്ചു പറയുമ്പോൾ അയാളുടെ മുന്നിലൊരു ഭയം ഉണ്ട് കേട്ടോ. അപ്പോൾ അയാൾ പറയണേ, എന്ത് പറയുകയാണെങ്കിൽ എൻ്റെ മകന് മദ്യം പോലും തൊടില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അയാൾ വലിയ സംസാരമാണ് കേട്ടോ. അങ്ങനെ നന്ദിനിയുടെ റൂമിൽ ക്യാമറ, റിമോട്ട് കാറിൻ്റെ മുകളിൽ ക്യാമറ വെച്ചിരിക്കുകയാണ്. നന്ദിനിയാണെങ്കിലോ വീട്ടിലെ പണികളെല്ലാം കഴിഞ്ഞു ആശ്വാസത്തിൽ നന്ദിനി റൂമിലോട്ട് കയറണം. അപ്പോൾ കതക് കുറ്റിയിട്ടിരിക്കുകയാണ് നന്ദിനി. അപ്പോൾ നന്ദിനി ഇങ്ങനെ, അയ്യോ എന്തൊരു ക്ഷീണമാണ്, ഇന്ന് ഒത്തിരി ജോലിയുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഒന്ന് മേല് കഴുകിയിട്ട്, വല്ലാതെ ചൂടും, ഈ ചൂടിനാണെങ്കിൽ മേല് കഴുകാതിരിക്കാൻ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ
ഇല്ലല്ലോ. അപ്പോൾ നന്ദിനി ഇതിങ്ങനെ കുറ്റിയിട്ടിരിക്കുന്ന സമയത്ത് ഈ കാറ് കാണാം അവിടെ ഇരിക്കുന്നുണ്ട്. അത് നന്ദിനിയുടെ ശ്രദ്ധയിൽപ്പെടുന്നില്ല. എന്താ കാൽച്ചുവട്ടിൻ്റെ കുറച്ചപ്പുറത്തായിട്ട് ഈ കാർ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതേ സമയം ഇവനാണെങ്കിലോ ഹോളിലിരുന്ന് ലാപ്ടോപ്പിലോട്ട് ഈ ക്യാമറ കണക്ട് ചെയ്തിട്ട് ഇങ്ങനെ കാണണം. അപ്പോൾ നന്ദിനി ഇങ്ങനെ കടന്നു വരുന്നു, ഡോറ് കുറ്റിയിടുന്നു. പിന്നീട് നന്ദിനി ഇങ്ങനെ കണ്ണാടിയുടെ മുന്നിലോട്ട് നോക്കിയിട്ട് ഇതൊക്കെ പറയാണ്, ഡ്രസ്സൊന്ന് മാറണം, കുളിക്കണം. അപ്പോൾ ഇവന് വലിയ സന്തോഷമാവണം, ഈശ്വര ഞാൻ ആഗ്രഹിച്ച അക്കാര്യം തന്നെ ഇവിടെ നടക്കാൻ പോകുന്നു. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ അവനിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഈ സമയത്തൊന്നും നന്ദിനിക്ക് അറിയില്ല. അങ്ങനെ നന്ദിനിയാണെങ്കിലോ തൻ്റെ മുടിയൊക്കെ മുകളിലോട്ട് കെട്ടി വെക്കുമ്പോൾ തൻ്റെ ആ ബ്ലൗസിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അത് താഴ്ത്തി കെട്ടിയതുകൊണ്ട് തന്നെ ആ ഒരു പുറം ഇങ്ങനെ ഇവൻ കാണുമ്പോൾ ഇവന് ഒരു പ്രത്യേക ത്രില്ല് ഇവനിൽ വന്ന് തുടങ്ങുകയാണ് കേട്ടോ. പക്ഷെ ഇതറിയാതെയാണ് നന്ദിനി ഡ്രസ്സ് മാറാൻ ഒരുങ്ങുന്നത്. അങ്ങനെ നന്ദിനിയാണെങ്കിലോ തൻ്റെ ആ ഒരു സാരി പിൻ ചെയ്തിട്ടുണ്ടാവുമല്ലോ, ബ്ലൗസിൻ്റെ പിറകിലോട്ടാണെങ്കിലോ സാരി പിൻ ചെയ്യുന്നത്. അപ്പോൾ ആ പിൻ ചെയ്ത് ആ പിന്നഴിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് പെട്ടെന്ന് കണ്ണാടിയുടെ മുന്നിൽ താൻ ആ കാറ് തനിക്കാൻ കാണണം കേട്ടോ. ഇത് കാണുന്ന നന്ദിനിക്ക് ഒരു സംശയം, ഇത് അവനിൽ എപ്പോഴും 24 മണിക്കൂർ അവനിൽ കാണുന്ന കാറാണല്ലോ ഈശ്വര, ഇതെന്ത് ഇവിടെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ, ഇതെന്തപ്പോൾ സംഭവം എന്നുള്ള ആ ഒരു ഭീതി ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് കേട്ടോ. ഇതെന്തായിരിക്കും, ഇത് എന്താപ്പോ എന്നുള്ള ആ ഒരു ഇതിങ്ങനെ അവനിൽ വന്നു തുടങ്ങുകയാണ്. അതായത് നന്ദിനിയിൽ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനി ഇത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പേടിക്കണം. അങ്ങനെ നന്ദിനി ഇങ്ങനെ കുറച്ച് നിമിഷം ഇങ്ങനെ നിന്നതിന് ശേഷം നന്ദിനി പറയാണ്, അയ്യോ നല്ല ചൂടുണ്ട്, ഞാനൊന്ന് വെള്ളം തുറന്നിട്ട് വരട്ടെ, അലക്കാനുള്ള ഒത്തിരി ഡ്രസ്സുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് താൻ കിടക്കുന്ന ആ ബെഡ്ഷീറ്റും പുതപ്പും ഉണ്ടല്ലോ അതൊരു കസേരയിൽ വെച്ചിരിക്കുകയാണല്ലോ, അതിൻ്റെ സൈഡിലോട്ട് മാറണം. അപ്പോൾ ഇവനാണെങ്കിലോ ഇവനെന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. കാരണം ഒരു സൈഡാണ് ക്യാമറ കാണുന്നുള്ളൂ, ഈ സൈഡിലോട്ട് നന്ദിനി മനഃപൂർവ്വം മാറിയിരിക്കുകയാണ്, ക്യാമറയുടെ കണ്ണിൽ നിന്നും നന്ദിനി ഇങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ ഇവനാണെങ്കിലോ ഹോളിൽ ഇരുന്നിട്ട് ഒരു ശബ്ദവും കേൾക്കുന്നില്ലല്ലോ, ഇവളെങ്ങോട്ടാണ് പോയത്, ഇനിയിപ്പോൾ ഇവൾ ഡ്രസ്സ് മാറിയിട്ടുണ്ടാവുമോ എന്നുള്ള ആ ഒരു ഭയമൊക്കെ ഇങ്ങനെ വന്നു തുടങ്ങുകയാണ് കേട്ടോ. അങ്ങനെ ഈ സമയം അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോൾ നന്ദിനിയാണെങ്കിലോ ആ പുതപ്പെടുത്ത് പതിയെ, അയ്യോ ഡ്രസ്സുകൾ അലക്കാനുള്ളത് അലക്കിയിട്ടില്ല, അത് അലക്കണമല്ലോ, എന്നിട്ട് വേണം കുളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് താൻ എന്ത് ചെയ്യാണ്, ആ ഒരു പുതപ്പെടുത്തിട്ട് ആ കാറിൻ്റെ മുകളിലോട്ടാണ് ഇടുകയാണ് കേട്ടോ. അതോടുകൂടി ആ ക്യാമറ ഇരുട്ട് ബാധിച്ചതുപോലെ അങ്ങ് ആവുകയാണ്. ക്യാമറയ്ക്ക് പിന്നീട് ഒന്നും കാണാൻ കഴിയുന്നില്ല. അങ്ങനെ ഇവനാണെങ്കിലും എന്ത് പറ്റി, ഇത് എന്തിൻ്റെ ഇടയിൽ ഈ ക്യാമറ ചെന്ന് കുടുങ്ങിയത്, കാർ എവിടെ പോയി കുടുങ്ങിയിട്ടുണ്ടല്ലോ എന്നുള്ള ആ ഒരു ഭയമൊക്കെ അവനിൽ വന്നു തുടങ്ങുകയാണ്. അങ്ങനെ അവൻ ആ കാറ് ആ റിമോട്ട് വെച്ച് അതവിടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സമയത്ത് നന്ദിനി പതിയെ കതക് തുറന്ന് പുറത്തോട്ട് ഇങ്ങനെ എത്തി നോക്കുമ്പോൾ ഇവനാണെങ്കിലോ ഈ ക്യാമറ, അതായത് ഈ ലാപ്ടോപ്പിൽ ഈ റിമോട്ട് കൊണ്ട് ഈ വണ്ടി പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ആ ഒരു രംഗം നന്ദിനി ഇങ്ങനെ കാണുകയാണ്. അങ്ങനെ നന്ദിനിക്കാണെങ്കിലോ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, ഈശ്വര ഞാനിനി എന്താ ചെയ്യുക. അങ്ങനെ നന്ദിനി ഒരു ചെയർ ഇട്ട് ആ ക്യാമറ, അതായത് ആ കാറ് പുതപ്പിട്ട് വെച്ചിരിക്കുന്ന ആ കാറിൻ്റെ തൊട്ടരികിൽ നന്ദി ചെന്നിരിക്കുകയാണ്. ഇതെന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, ഇതിനെന്തെങ്കിലും ചെയ്യണം, അതിന് ഏകൊരു വഴി എന്താണെന്നിങ്ങനെ നന്ദിനി ആലോചിക്കാം. അങ്ങനെ ഈ സമയം നന്ദിനി ഇതിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴാണ് കേട്ടോ സൂര്യ കടന്നു വരുന്നത്. അപ്പോൾ സൂര്യ പതിയെ ഇങ്ങനെ കതക് തട്ടുകയാണ്. അപ്പോൾ കതക് തട്ടിയ ഉടൻ തന്നെ നന്ദിനി മിണ്ടരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സൂര്യ എന്താടോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയം നന്ദിനി പറയണേ, അവനില്ലേ വേദയെ കല്യാണം കഴിക്കാൻ പോകുന്ന നിങ്ങളുടെ അമ്മാവൻ്റെ മകൻ, എന്താ അവന് ഈ റൂമിൽ ക്യാമറ വെച്ചിട്ടുണ്ട്, അവൻ്റെ ടോയ്സിൽ ക്യാമറയോ, ആ വൃത്തികെട്ടവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറയും കേട്ടോ. ഇതേ സമയം സൂര്യ ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ പിന്നീട് സൂര്യ അത് വേണ്ട, നീ ഇവിടെ നിൽക്ക്, അതവിടെ തന്നെ കിടക്കട്ടെ, എന്തായാലും അവനിപ്പോൾ ആ കാറ് കിട്ടാൻ വേണ്ടി അവിടെ ഇങ്ങനെ ആ കാറ് പുതപ്പിനടിയിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉരുളുന്നതായിട്ട് സൂര്യ കാണുന്നുണ്ട് കേട്ടോ. എന്താണ് സംഭവിച്ചത്, ഇനി സൂര്യയുടെ കയ്യിൽ ഇത് കിട്ടുമോ എന്നുള്ള പേടിയിൽ അവനാച്ചെങ്കിൽ പെട്ടെന്ന് ആ കാറ് പുറത്തോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ഈ സമയം സൂര്യ എന്ത് ചെയ്യും, പെട്ടെന്ന് നന്ദിനി എടുത്തിരിക്കുന്ന ആ ഒരു വേഷം, അതായത് ആ ഡ്രസ്സ് പെട്ടെന്ന് മാറ്റിത്തരാൻ പറയുകയാണ്. പിന്നീട് സൂര്യ ആ ഡ്രസ്സ് എടുക്കുകയാണ്. എന്നിട്ട് ആ പുതപ്പ് നന്ദിനിയോട് അതിന് മുകളിൽ നിന്ന് മാറ്റാൻ പറയുകയാണ്, കാറിന് മുകളിൽ നിന്ന്. അപ്പോൾ ആ സമയം കാണാം നന്ദിനി ഇങ്ങനെ പതിയെ തൻ്റെ ബ്ലൗസ് ഇങ്ങനെ ചെറുതായി ഇങ്ങനെ ഊരുന്ന ആ ഒരു രംഗം കേട്ടോ. സാരി പതിയെ ഇങ്ങനെ ഊരാണ്. അപ്പോൾ ചെറുതായി ഇങ്ങനെ വയറൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇവന് വല്ലാത്തൊരു ആനന്ദം തന്നെ ഇവനിൽ ഇങ്ങനെ തോന്നിത്തുടങ്ങുകയാണ്. അങ്ങനെ ഇവനാണ്
ആണെങ്കിലോ ഒരു പ്രത്യേക സുഖത്തിൽ ഇത് കാണുകയാണ്. പതിയെ ആ ഒരു സാരി ഫുള്ളായി അഴിച്ചിടുകയാണ്. പിന്നീട് പാവാടയും അതുപോലെ തന്നെ ബ്ലൗസുമാണല്ലോ. അപ്പോൾ ഈ ഒരു രംഗം കാണുമ്പോൾ അടുത്തത് അഴിക്കൂ എന്ന് ഇവ ഇങ്ങനെ പറയാണ്. അങ്ങനെ ബ്ലൗസും പതിയെ അഴിച്ച് ഇങ്ങനെ അതും താഴെ ഇട്ടിട്ട് പിന്നീടാണെങ്കിലോ തിരിഞ്ഞ് നോക്കുമ്പോൾ താനിങ്ങനെ പെട്ടെന്ന് തിരിഞ്ഞ് നിൽക്കുകയാണ്. അതായത് അത് സൂര്യയായിരിക്കും, സൂര്യയാണ് ആ വേഷം എന്ന് അവനറിയില്ല. അപ്പോഴേക്കും നന്ദിനിയാണല്ലോ ഇവൻ്റെ മുന്നിലോട്ട് ചെന്നിട്ടുണ്ടാവും. ഇവനാണെങ്കിൽ ഈ ബ്ലൗസ് അഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന ആ രംഗം ഇങ്ങനെ കാണാണ്. ഇവന് വല്ലാത്തൊരു സുഖത്തിൽ നിൽക്കുമ്പോൾ അവൻ്റെ മുഖത്തോട്ട്, അതായത് നന്ദിനിയാണെന്ന് കരുതി നന്ദിനിയുടെ മുഖത്തോട്ട് എന്ന് കരുതി നോക്കുമ്പോൾ സൂര്യ എന്നാൽ തൻ്റെ മുന്നിലാണെങ്കിലോ എന്താ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് സുഖമാണ് കിട്ടിയത്, കാണേണ്ടത് ഫുള്ള് കണ്ടില്ലേ എന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ഇവനാകെ ഭയപ്പെട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ഉഗ്രം പണിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ 2 പേരും കൂടി ഇനി കൂടുതൽ ഇതിലോട്ട് വരാനിരിക്കുന്നുണ്ട്. അവരും കൂടി വന്നാലാണ് കഥയാവുള്ളൂ. കാരണം പത്മയുടെ ആങ്ങള തന്നെയാണ് തൻ്റെ ശത്രുവായി വരുന്നതെന്ന് പത്മ ഇനി അറിയാൻ പോവുകയാണ് കേട്ടോ.